കേരളീയർക്ക് മറ്റൊരു പരിചയപ്പെടുത്തൽ ആവശ്യമില്ലാത്ത പേരാണ് മൈജി. മൈജി 20 വർഷം പൂർത്തിയാക്കുമ്പോൾ അത് അവിസ്മരണീയമായ അല്ലെങ്കിൽ ഐതിഹാസികമായ ഒരു വിജയയാത്രയായിരുന്നു. ഷാജി നമ്മോടൊപ്പം ചേരുന്നുണ്ട്. എങ്ങനെയാണ് 2006 അല്ലേ ചെറിയൊരു ഒരു സ്ഥാപനം 3G വേൾഡ് എന്ന രൂപത്തിലായിരുന്നു തുടങ്ങിയത്. 20 വർഷം കഴിഞ്ഞ് നിൽക്കുമ്പോൾ വലിയൊരു ബ്രാൻഡിൻ്റെ മുന്നിലാണ്. എങ്ങനെയാണ് അത് ആ ഒരു വിജയത്തെ ആ ഒരു യാത്ര എങ്ങനെ നോക്കി? ഇന്ന് ഇരട്ടി സന്തോഷമാണ്. 2006 നവംബർ 1 മൈജിയുടെയും പിറവി. അപ്പം ഒരുപാട് പ്രശ്നങ്ങളും പ്രതിസന്ധികളൊക്കെ നേരിട്ടിട്ട് തന്നെയാണ് ഈ 20 വർഷം കൊണ്ട് കേരളത്തിൽ മാത്രമാണ് ഞങ്ങൾക്ക് 140-ലധികം ഷോറൂമുകളുള്ളത്. 20-ാം വർഷം ഞങ്ങൾ വലിയ രീതിയിലാണ് ഞങ്ങളെ കസ്റ്റമേഴ്സായിട്ട് ആഘോഷിക്കുന്നത്. കേരളം ഇന്ന് വരെ കാണാത്ത, അല്ലെങ്കിൽ ഇന്ത്യ ഇന്ന് വരെ കാണാത്ത എല്ലാ പ്രൊഡക്റ്റുകൾക്കും, അതൊരു മൊബൈൽ ഫോൺ മാത്രമല്ല, ലാപ്ടോപ്പ് അല്ല, ടാബ്ലറ്റ് അല്ല, എല്ലാ പ്രൊഡക്റ്റുകൾക്കും മൈജിയിലുള്ള വിൽക്കുന്ന എല്ലാ പ്രൊഡക്റ്റുകൾക്കും ഗംഭീര ഓഫറാണ്. അതോടൊപ്പം തന്നെ ഒരു ഹോമിലേക്ക് വേണ്ട 20 പ്രൊഡക്റ്റുകൾ 2 ലക്ഷത്തിലധികം MRP വിലയുള്ള പ്രൊഡക്റ്റുകൾ, ബ്രാൻഡഡ് പ്രൊഡക്റ്റുകൾ ഇന്നും നാളെയുമായിട്ട് ഞങ്ങൾ 59,999 രൂപയ്ക്കാണ് ഞങ്ങളുടെ കസ്റ്റമേഴ്സിന് കൊടുക്കുന്നത്. ഞങ്ങൾ 2006 250 സ്ക്വയർ ഫീറ്റിലാണ് മൈജിയുടെ തുടക്കം. ആ 250 സ്ക്വയർ ഫീറ്റിൽ 50 സ്ക്വയർ ഫീറ്റ് അന്നത്തെ 20 വർഷം മുമ്പ് നമ്മൾ സർവീസ് സെൻറ്റർ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആഫ്റ്റർ സർവീസിന് അത്രത്തോളം ഇമ്പോർട്ടൻ്റ് കണ്ടതുകൊണ്ടാണ് അന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. അത് 140 സ്റ്റോറുകളിലും ഇന്നും സർവീസ് സെൻറ്റർ ഉണ്ട്. ഇതിപ്പോൾ കേരളത്തിലാണ് നമ്മൾ സംസാരിക്കുന്നത്, കോഴിക്കോടാണ്. കേരളത്തിൽ നിന്ന് അല്ലെങ്കിൽ കോഴിക്കോട് നിന്ന് വികസിച്ച് കേരളത്തിലും ഇത് ഇന്ത്യക്ക് പുറത്ത് മൈജി എത്രത്തോളം ഇനി അങ്ങനെ ഫ്യൂച്ചർ പ്ലാൻ ഉണ്ടോ? തീർച്ചയായിട്ടും 2030 കൂടി ഇന്ത്യയിലെ എല്ലാ സ്റ്റേറ്റിലും ഞങ്ങളുടെ പ്രസൻസ് ഉണ്ടാവും. ഈ ഫിനാൻഷ്യലിൽ ഞങ്ങൾ ഓൾറെഡി മംഗലാപുരം, അതായത് കർണാടകയിൽ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. കർണാടകയിൽ 2026 ഞങ്ങൾ 25 സ്റ്റോറാണ് ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ തമിഴ്നാട്ടിലും ഞങ്ങൾ എൻ്റർ ചെയ്യുന്നുണ്ട്. 2030 ആകുമ്പോഴേക്ക് ഇന്ത്യയിലെ എല്ലാ സ്റ്റേറ്റിലും ഞങ്ങളെ പ്രസൻസ് ഉണ്ട്. തീർച്ചയായും അത് ഒരു ഐതിഹാസികം അല്ലെങ്കിൽ അവിസ്മരണീയം എന്ന് പറയാവുന്ന ഒരു ജൈത്രയാത്രയാണ്. 20 വർഷം ഇനിയും അത് മുന്നോട്ട് പോവുകയാണ്. ഇപ്പോൾ മൈജി ഫ്യൂച്ചർ 3G വേൾഡ് തുടങ്ങി മൈജി ഫ്യൂച്ചർ ആയിട്ടുണ്ട്. അത് വലിയ വിജയമായിരിക്കുന്നു. അതിൻ്റെ ആഘോഷ പിറന്നാളാണ് ഇന്ന് ഇവിടെ ആഘോഷിച്ചത്. മൈജി എപ്പിക് വന്നിട്ടുണ്ട്. മൈജി ഫ്യൂച്ചറും കഴിഞ്ഞ് അത് മൈജി ഫ്യൂച്ചറും കഴിഞ്ഞ് മൈജി എപ്പിക്. ഇത് എപ്പിക് ഷോറൂമാണ്. ഇത് എപ്പിക് ഷോറൂമാണ്. ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു കോൺസെപ്റ്റ്. കാരണം ആദ്യം ഞങ്ങൾ 2006 തുടങ്ങുന്ന സമയത്ത് ഞങ്ങൾ 3G ആയിരുന്നു. അതിൽ നിന്ന് മാറി മൈജി ആയി. പിന്നെ ഞങ്ങൾ മൈജി ഫ്യൂച്ചർ തുടങ്ങി. ഇപ്പം മൈജി ഫ്യൂച്ചറിൽ മാറി ഞങ്ങൾ മൈജി എപ്പിക്കാണ്. ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ടാണ് ഇങ്ങനെ എപ്പിക് സ്റ്റോർ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് എക്സ്പീരിയൻസാണ്. ഞങ്ങൾ ഏറ്റവും കൂടുതൽ എല്ലാ പ്രൊഡക്റ്റുകളും എക്സ്പീരിയൻസ് ചെയ്ത് വാങ്ങിക്കുക എന്നുള്ളതാണ്. തീർച്ചയായും മൈജി എന്ന ബ്രാൻഡ് പോലെ തന്നെ ഷാജി എന്ന അദ്ദേഹത്തിൻ്റെ പേര്, അദ്ദേഹം തൊട്ടതെല്ലാം പൊന്നാക്കുന്ന ഒരു വലിയ വിജയ സംരംഭകൻ എന്ന് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ കേരളത്തിലെ ഐഡൻറ്റിറ്റി. ക്യാമറ പേഴ്സൺ ജിഷ്ണു മീനങ്ങാടിക്കൊപ്പം ടി അനീസ് അലി, മീഡിയ 1 കോഴിക്കോട്.